കണ്ടോ, ജീവിതത്തിൽ പലതരം ലഹരികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലേ. അതിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിലോ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമ ലഹരിയിലോ പോകാതെ നിങ്ങൾ ജീവിതം ലഹരിയാക്കൂ എന്നുള്ളതാണ് നമ്മുടെ മോട്ടോ, അല്ലേ? രാവിലെ എത്ര കാലമായിട്ട് ഓടാൻ വരുന്നു? 10-15 വർഷമായി. 15 വർഷമായിട്ട് ഓടുന്നു. ഞാനൊരു ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ഇത് തന്നെയാണ്. മോർണിംഗ് വാക്കും എത്ര പേരുണ്ട് സ്റ്റേഡിയം റൈഡേഴ്സിൽ? ഞങ്ങളുടെ 45 പേരുണ്ട്. 45 പേരാണ്. ബാക്കി കുറേ അധികം ആൾക്കാരുണ്ട്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ വലിയ ആൾക്കൂട്ടമാണല്ലോ. ഞങ്ങൾ വിചാരിച്ചു തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മാത്രമാണ് ആരോഗ്യ കൂടുതൽ സംരക്ഷണം ഉള്ളത്, കൊച്ചിയിലും കൂടുതലാണ്. ഗ്രൂപ്പുകളാണ് ഓരോ ഗ്രൂപ്പാണ്, അല്ലേ? അപ്പൊ നമ്മൾ ഈ ലഹരിക്കെതിരെ എന്ത് ചെയ്യാനാണ്? നമ്മുടെ ഞങ്ങളിവിടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അവയർനെസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ 120 ഗ്രാം നിർമ്മല ജംഗ്ഷനിൽ നിന്ന് പിടികൂടി. 120 ഗ്രാം MDMA. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സാധനങ്ങളാണ്. ഏറ്റവും കൂടുതൽ ലഹരിയാണ് ഇവിടെ ഏറ്റവും നമ്മുടെ നാടിനെ ആപത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പുതുതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു ഇതിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട സമയം. തീർച്ചയായിട്ടും സമൂഹം മൊത്തം ഒരുമിച്ച് നിൽക്കണം. ഈ മക്കളൊക്കെ ഇതൊക്കെ ഈ കാര്യങ്ങൾ ബാഗൊക്കെ ഭാര്യയും കുടുംബമൊക്കെ ഉള്ള ആൾക്കാർ, ഈ മക്കളൊക്കെ ഈ സംശയം ടെൻഷനും ഒക്കെ ഉണ്ടാവില്ലേ? ഇവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് സാധനം വാരി കയറ്റിയിട്ടാണ് വരുന്നത്? അവരെ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നവരെ നമുക്ക് ടെൻഷൻ തന്നെയാണ്. ഉള്ളി തീയാണ്. സംശയമില്ലാത്ത കാര്യമാണ്. 100% പ്രത്യേകിച്ച് സ്റ്റേഡിയം പരിസരത്ത് ഇങ്ങനെ പുറമേ നിന്നൊക്കെ വന്നിട്ടുള്ള ഒത്തിരി പേര് വന്നിട്ട് കൂടുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടുകാരെ പിടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. ഈ സ്ഥലം തന്നെ ഒരു ഹോട്ട്സ്പോട്ടാണ്. ഇതിനകത്ത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ ഈ സ്ഥലത്ത് കൈമാറ്റം നടക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. വൈകിട്ടൊക്കെ എപ്പോഴും ഇത് തന്നെ പരിപാടിയാണ്. വൈകിട്ട് ഇവിടെ കണ്ടമാനം ആളുകൾ വന്നിട്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർ ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇടപഴകേണ്ട ഇടങ്ങൾ പോലും ഈ ഡെത്തിന്റെ വലിയ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ വലിയ കേന്ദ്രങ്ങളായി മാറുന്നു, അല്ലേ? നമസ്കാരം. ഒരു അമ്മച്ചി ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ പഴയകാലത്ത് നമസ്കാരം. എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് ടീച്ചറാണ്. സ്കൂളിലായിരുന്നോ കോളേജിലായിരുന്നോ? ഹൈസ്കൂളായിരുന്നോ? ഹൈസ്കൂളായിരുന്നു. പക്ഷെ ഞാൻ പ്രൈമറിയിലായിരുന്നു പഠിപ്പിച്ചത്. പ്രൈമറിയിൽ പഠിപ്പിച്ചതാണ്. ഇവിടെ അല്ലായിരുന്നു, കൽക്കറ്റയിലായിരുന്നു. ഓ, കൽക്കറ്റ. ഓക്കെ. അപ്പോൾ മമതാ ബാനർജി ഒക്കെ വരുന്നതിന് മുമ്പായിരുന്നോ? ജ്യോതി ബസ് ഉള്ള സമയത്ത് അവിടുത്തെ സർക്കാർ സ്കൂളായിരുന്നോ? അല്ല, ബിർളയുടെ സ്കൂളായിരുന്നു. അല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇവിടെ വന്നിട്ട് 2006. ടീച്ചർ നടക്കാൻ വരുമോ രാവിലെ? വരും. ആണോ? ഓക്കെ. ടീച്ചർ പഠിപ്പിച്ചു? ഞാൻ ടീച്ചറല്ല, റിട്ടയർഡ് വീട്ടമ്മ. റിട്ടയർഡ് വീട്ടമ്മ. അതൊരു ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. വീട്ടമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ജോലി ഇല്ലാത്തവരെന്നാണ് പൊതുവെ സമൂഹത്തിൽ. പക്ഷെ റിട്ടയർഡ് വീട്ടമ്മ എന്നുള്ളത് ഞാൻ ആദ്യം കേൾക്കുക. വീട്ടുപണിയുള്ളവർ. ഇപ്പൊ വീട്ടുപണി എടുക്കുന്നില്ല. എല്ലാം മരുമക്കളെ ഏൽപ്പിച്ചോ അതോ? ഇല്ല, ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട്. അടുത്ത് തന്നെയാണ് താമസം. ഞങ്ങള് കലൂര്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പം എത്ര വയസ്സായി കാണും? 70+. എനിക്കും രണ്ടുപേരും. അതെ, 70+ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഞങ്ങൾ ഇന്നലെ 10 പേരുണ്ട് 70+കാര്. മുമ്പേ ഒരാൾ വന്നേതാണ്ട് പറഞ്ഞേച്ചു പോയി. ടീച്ചറെ കണ്ടു. പലരും വന്നേച്ചു പോയി. ഓക്കെ മാം, താങ്ക് യു. അപ്പം നമ്മൾ ഈ കുട്ടികളുടെ കാര്യം പറയായിരുന്നു. ഈ പിള്ളേര് ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ട് ബന്ധങ്ങളില്ലാതാവുന്നു, സമൂഹത്തിൽ സ്വസ്ഥത ഇല്ലാതാവുന്നു. പിടിക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാ ഇങ്ങനെ തന്നെ കണ്ടില്ലേ? 1 കിലോ ഇല്ലാത്തത് കൊണ്ട് 2 പേരെ അവർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം. അതുകൊണ്ടാണ് അവർക്കറിയാം ഇങ്ങനെ ഇത്രയും ശിക്ഷയേ ഉള്ളൂ, അതിനകത്തുനിന്നൊക്കെ ഊരി പോരാം. ടീച്ചറുടെ പേരൊന്ന് പറയാമോ? സാറാമ്മ ജോൺ. അപ്പോൾ സാറാമ്മ ടീച്ചർ പണ്ട് പിള്ളേരെ അടിക്കുമായിരുന്നു? അന്നൊക്കെ ചെറിയതായിട്ട് പണിഷ്മെന്റ്. അങ്ങനെ ചെറുതായി. പിന്നെ വലിയ റൂള് വന്നവിടെ തൊടാൻ പാടില്ല. നല്ല ശിക്ഷ കൊടുക്കണം. ഈ പിള്ളേരെ അല്ലാതെ നന്നാക്കാൻ പറ്റൂല എന്നാണ്. ചട്ടം വെച്ച് പൊള്ളിക്കണം. അതൊക്കെ സ്കൂൾ ലെവലിൽ കൊടുക്കണം. പക്ഷെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ശിക്ഷ കൊടുക്കണം. അതാണൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലേ? പിള്ളേർ ഇതിന്റെ ഒരു ഏരയാണെന്നേ ഉള്ളൂ. ഇത് വേറെ മാഫിയാണിത് നിയന്ത്രിക്കുന്നത്. അല്ലല്ല, നമുക്ക് അങ്ങനെ ഒരു ആളുവേ ഇല്ല. നമുക്ക് എല്ലാ മനുഷ്യരുടെയും ഒപ്പമാണ്, മനുഷ്യർക്കൊപ്പം. ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല. പിണറായി ആണെങ്കിലും ശരി, VD സതീശനാണെങ്കിലും ശരി, നരേന്ദ്രമോദി ആണെങ്കിലും ശരി, നല്ല ശിക്ഷ കൊടുക്കണം. ശിക്ഷയില്ലാത്തതാണ് ഇതിന്റെ കുഴപ്പം. അതുകൊണ്ടല്ലേ ഗൾഫ് രാജ്യങ്ങളിലൊന്നും ഇത് ഇത്രയും ഇല്ലല്ലോ. പിണറായി ആണെന്ന് ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ, അല്ല പിണറായിയുടെ കൂടെ ഉള്ളവരൊക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയം ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം. എങ്ങനെയാണ് ഈ സർക്കാരിനെ വിലയിരുത്തുന്നത്? എന്താ കാര്യം? മോശം എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ കയ്യിലിരിപ്പുള്ളത് ക്രിമിനൽ വൽക്കരണമുണ്ട് കൂടുതലായി. അത് കുറച്ചുകൂടി ജാഗ്രത വേണം. വേണം അല്ലേ? അതല്ലെങ്കിൽ കൈവിട്ടു പോകും. അതെ, ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ വരണം. ഉമ്മൻചാണ്ടി ഇല്ല, പകരം ആരാണ്?
പകരം ഒരാളെ കണ്ടുപിടിച്ചാൽ എല്ലാം ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ യൂണിറ്റി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഉള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ കേരളം നേരിടുന്നൊരു പ്രശ്നവും അല്ലേ. പക്ഷെ ഉണ്ട്, ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വളർന്നു വരുന്നുണ്ട് അല്ലേ, ഉണ്ട്. പ്രതീക്ഷ നൽകുന്നവർ. അപ്പം താങ്ക് യു മാം. അപ്പോൾ ടീച്ചറാണ് കണ്ടത്, റിട്ടയർഡ് വീട്ടമ്മ എന്നാണ് പറഞ്ഞത്. അപ്പം ഹായ് ചെറുപ്പക്കാരാ, എന്താ പേര്? സർ അഭിജയ്. അഭിജയ് എന്നാണ് പേര്. എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ഗ്രാജുവേഷൻ പെർസ്യൂ ആണ് കൊച്ചിൻ കോളേജിൽ. കൊച്ചിൻ കോളേജ്, വെരി ഗുഡ്. ഏതാ സബ്ജക്ട്? MCom മാനേജ്മെന്റ്. ആണോ? ഓ വെരി ഗുഡ്. പോസ്റ്റൽ സൂപ്രണ്ട് ആണോ? ഇവിടുത്തെ പോസ്റ്റൽ സൂപ്രണ്ടാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ പറയായിരുന്നു. ഹായ് മാം, എന്താ പേര്? എൻ്റെ പേര് ശിവദാസൻ. ബീന. നമ്മൾ പറയായിരുന്നു ഈ ലഹരി കടന്നു വരുന്നതിനകത്ത് ഈ പോസ്റ്റ് ഓഫീസ് വഴി ഇപ്പോൾ ലഹരി കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ്. പോസ്റ്റ് ഓഫീസുകാരല്ല, അതുവഴി പാഴ്സലായിട്ട് അയച്ചു തുടങ്ങി എന്നുള്ളത് കടത്തുന്നുണ്ട്. അതെ. പല കേസുകളും പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ. എങ്ങനെയാണ് നമ്മൾ ഈ ചെറുപ്പക്കാരെയൊക്കെ ഒന്ന് നേരെയാക്കുക? ഒരു സംഘടിതമായിട്ടുള്ളൊരു മുന്നേറ്റം തന്നെയാണ് വേണ്ടത്. ഇതേപോലെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ ടെൻഷൻ അമ്മ എന്നതിൽ ഉണ്ട്. 2 പ്രായപൂർത്തിയ 2 ആൺകുട്ടികളെ അമ്മയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സന്തോഷത്തോടെ ഉറങ്ങുക, സമാധാനത്തോടെ ഉണരുക എന്നുള്ളൊരു ചിന്തയിലാണ് കിടക്കുന്നത്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ നെഞ്ചിടിച്ചുകൊണ്ടാണ് പുറത്ത് വരുന്നത്. പക്ഷേ അതിന് ഒരു റൂട്ട് എന്ന് പറഞ്ഞ ഫാമിലി തന്നെയാണ്. ഫാമിലിയിൽ കുട്ടികളായിട്ട് കൂടുതൽ സമയം നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനും സമയം കണ്ടെത്തുക. ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക. നമ്മളൊരു ചെറുപ്പത്തിൽ നമ്മളതിലൊരു ബോധവൽക്കരണം കൊടുക്കുക. അപ്പോൾ അതവർ വലുതാകുമ്പോൾ അത് ഫോളോ ചെയ്യും എന്നുള്ള ഒരു ഇതാണ് നമ്മളെ അനുഭവം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ പറയുന്ന സമയത്ത് അവർ ചില റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ സാധാരണ കൊച്ചു കുട്ടികളുടെ പറയും മൈ പ്രൈവസി ഈസ് മൈ റൈറ്റ് എന്തൊക്കെയാണ് കൊച്ചു പിള്ളേർ തന്നെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറയും എന്തായാലും നമ്മുടെ നിയമം തന്നെ 18 വയസ്സ് ആണ് പ്രായപൂർത്തി ഉള്ളത്. അപ്പോൾ നമ്മൾ നിയമം അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ താങ്ക് യു സാർ. രാവിലെ എല്ലാ ദിവസവും നടക്കാനൊക്കെ വരാറുണ്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച്. ഞങ്ങൾ കണ്ണൂരുകാരാണ്. ജോലി ഇവിടെ ആയതുകൊണ്ട് എത്ര മണിക്ക് ഇറങ്ങും, എത്ര മണിക്ക് പോകും? ഒരു 5-6 മണിയുടെ അങ്ങനെ വരും. 1 മണിക്കൂർ നടന്നു പോകും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ലഹരി ക്യാമ്പ്